ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 14 അധ്യായം 13-14 തിരുവചനങ്ങൾ. എന്നാൽ നീ സത്യം നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഈശോ തന്നെ വിളിച്ച ആതിഥേയനോട് പറയുന്ന ഒരു കാര്യമാണ്. നീ ഇങ്ങനെ സത്യമൊക്കെ നടത്തുമ്പോൾ താഴെ കിടക്കുന്നവരെ, സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്നവരെ വിളിക്കുക. അവരെ വിളിച്ചാൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം നൽകാനായിട്ട് സാധിക്കുകയില്ല. നീ കാശുള്ളവരെയും മറ്റെല്ലാവരും വിളിക്കും, അവർ നിന്നെ തിരിച്ചു വിളിക്കും. അത് അതിനകത്ത് തന്നെ തീർന്നു പോകും. ഇവർക്ക് പ്രതിഫലം തരാനായിട്ട് ഒന്നുമില്ലാത്തതിനാൽ നീതിമാന്മാരുടെ ദിവസത്തിൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാവുമെന്ന് പറയുക. പ്രിയ സഹോദര സഹോദരി, ഈശോ പറഞ്ഞു വയ്ക്കുന്നത് പ്രതിഫലം നോക്കാതെ നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങോട്ട് എന്ത് തിരിച്ചു കിട്ടും നോക്കാതെ നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് വലിയൊരു വിശുദ്ധനെ അനുസ്മരിക്കുന്നുണ്ട്, വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വലിയ പുണ്യവാളൻ. പാവങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് തിരിച്ചു കിട്ടുമെന്ന്, എന്ത് കിട്ടുമെന്ന് നോക്കാതെ അവർക്ക് വേണ്ടി ജീവിതത്തെ മാത്രം മാറ്റിവെച്ച ഒരു മനുഷ്യൻ. ഇത് നിന്റെ ജീവിതത്തിലെ ഒരു വെല്ലുവിളിയാണ്. പാവപ്പെട്ടവർക്കും പതിതർക്കും മാറ്റി നിർത്തപ്പെട്ടവർക്കൊക്കെ വേണ്ടി നിലകൊള്ളാൻ നിനക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ് ഈശോയെ. എല്ലാവരിലും നിന്നെ ദർശിക്കുവാനായിട്ട്, ആരെയും മാറ്റി നിർത്താതെ, പ്രതിഫലം നോക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്ഭുതവാൻ, അതിശയ